ഹായ് എവരി വൺ, വെൽക്കം ടു ഇഗ്നൈറ്റ്. CA കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് ചെയ്യാനൊരു പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഇഗ്നൈറ്റ് ഈസ് പ്രസൻറ്റിംഗ് ഫോർ യു ബ്രിഡ്ജ് കോഴ്സ്, അക്കൗണ്ടിങ് ബ്രിഡ്ജ് കോഴ്സ്. അപ്പോൾ കൊമേഴ്സ് പഠിച്ചു വന്നവരാണെങ്കിലും അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലാത്ത സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഡൗട്ടഡ്ലി അത് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. കൊമേഴ്സ് പഠിച്ചവരാണെങ്കിൽ ചില ആൾക്കാർക്കെങ്കിലും കൊമേഴ്സിൽ പല പോയിന്റിലും ഒന്ന് കാലിടറി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു പേടി ഉള്ള സബ്ജക്റ്റാണ് ആക്ച്വലി അക്കൗണ്ട്സ്. സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ പറയേ വേണ്ട, അവർക്ക് അക്കൗണ്ട്സിലെ പേപ്പർ പേടിച്ചിട്ടാണ് പല ആളുകളും CAയിലോട്ടൊന്നും വരാത്തത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇഗ്നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ അക്കൗണ്ടിങ് ബ്രിഡ്ജ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 to 20 വീഡിയോസ് നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ എത്തിക്കുകയാണ്. നിങ്ങളെ ബേസിക് അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് സെറ്റാക്കി തരാനും അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഈസി ആണെന്നുള്ള അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള പേപ്പറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കൂടിയാണ് അക്കൗണ്ടിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇഗ്നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് നിങ്ങളോട് മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങാണ്. നിങ്ങൾ പലരും CA കോഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് കേൾക്കുന്ന അക്കൗണ്ടിങ് ക്ലാസ് ഇതായിരിക്കും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു നോട്ട്ബുക്കും പേനൊക്കെ എടുത്തിട്ട് തന്നെ വ്യക്തമായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലിയർ ആവാത്ത ഏരിയാസ് വീണ്ടും ബാക്ക് അടിച്ച് നിങ്ങൾ കേൾക്കുക. ഡൗട്ട്സോ മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഐ ആം CA ഷബാബ് കരിമനക്കൽ. ഐ ആം എ ചാർട്ടർ അക്കൗണ്ടൻറ്റ് ഫോർ ദ ലാസ്റ്റ് 7 years, ഹാവിംഗ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഓഫ് മോർ ദാൻ 10+ years ആൻഡ് ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കോമേഴ്സ് ആൾസോ. അപ്പോൾ ഐ ആം വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ഇഗ്നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമായിട്ട് തന്നെ നമ്മളിത് പ്രസൻറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ CA ചെയ്യാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിനും നിങ്ങളിത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ CA ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങളിത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ അക്കൗണ്ടിങ് ബ്രിഡ്ജ്. പേര് പോലെ തന്നെ അക്കൗണ്ട്സിൽ നിങ്ങളെ അറിവില്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നോളേജ് നിങ്ങൾക്ക് അറിയാം, എന്തൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നൊരു ഗ്യാപ്പ് നമ്മളിവിടെ ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ അക്കൗണ്ട്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 10 to 20 സെഷൻസ് ആയിട്ടാണ് നമ്മൾ ചെറിയ 10 to 20 മിനിറ്റ്സിൻ്റെ സെഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ ഓരോന്നും ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നോട്ട് എടുക്കുക, പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ CA ചെയ്യാൻ സീരിയസ്ലി ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ചാനൽ CA ഒക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് വെക്കുക. ദർ ആർ സോ മെനി കണ്ടൻറ്റ്സ് ദാറ്റ് ഓൾറെഡി അപ്ലോഡഡ്. ഇനി ഒരുപാട് കണ്ടൻറ്റ്സ് വരാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ ബേസിക്കായിട്ട് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഡേ ടു ഡേ ലിവിങ്ങിൽ നമുക്ക് ഒരുപാട് കോസ്റ്റുകളുണ്ട് അല്ലേ, ചിലവുകളുണ്ട് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കോസ്റ്റ്? പ്രധാനമായിട്ട് നമുക്ക് ഫുഡ് വേണം അല്ലേ, ഫുഡ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഷെൽട്ടർ വേണം അല്ലേ, വി നീഡ് എ പ്ലേസ് ടു സ്റ്റേ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ നീഡ്സ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഈസ് വെരി മച്ച് എക്സ്പെൻസീവ് അല്ലേ, 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്തിട്ട് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വേണം, സിനിമ തിയേറ്ററിൽ പോകണം. അതുപോലെ തന്നെ നമുക്ക് വേറെ പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് വേണം. ട്രാവൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കണക്ടിവിറ്റി അല്ലേ, ഫുഡിലെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷേ നമുക്ക് നെറ്റ് ഡാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാകെ പാനിക്കായി പോകും അല്ലേ. അപ്പോൾ കണക്ടിവിറ്റി വേണം. അതുപോലെ നമുക്കൊരുപാട് കോസ്റ്റുകളുണ്ട്. ഏതൊരു വ്യക്തിക്കും ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ദേ നീഡ് ടു മീറ്റ് എ ലോട്ട് ഓഫ് കോസ്റ്റ്. ആ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത്. ഈ കോസ്റ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് ഫണ്ട് അല്ലെങ്കിൽ വി നീഡ് മണി അല്ലേ. ഈ ഫണ്ട് അല്ലെങ്കിൽ മണി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? വിൽ ബി കളക്ടിങ് ത്രൂ ഇൻകം. അത് നമ്മുടെ ഇൻകത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഒരു വ്യക്തിക്ക് നമുക്ക് ഇൻകം കിട്ടുക? പറഞ്ഞേ, ഏതൊക്കെ രീതിയിലാണ്? ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് സാലറി അല്ലേ. അഗ്രികൾച്ചർ ഇൻകം കിട്ടും അല്ലേ. അതുപോലെ കമ്മീഷൻ ഇൻകം കിട്ടും. അതുപോലെ തന്നെ സർവീസിൽ നിന്ന് റിട്ടയർ ആയ ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. കമ്പനീസിലൊക്കെ ഇപ്പോൾ നിങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ ഷെയർ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. അതുപോലെ ബാങ്കിൽ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാലോ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ഇതൊക്കെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള സോഴ്സുകളാണ്. അപ്പോൾ ഈ ഇൻകംസ് ഞാൻ ഈ പറഞ്ഞ ഈ നിങ്ങളുടെ മുന്നിൽ സ്ക്രീനിൽ കാണുന്ന ഈ സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് ഫണ്ട് അഥവാ ഇൻകം കിട്ടും. ഈ ഫണ്ട് എന്തിനാ? ഈ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എക്സ്പെൻസുകളൊക്കെ എന്ത് ചെയ്യുക? മീറ്റ് ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആളുകൾ ഇൻകം കണ്ടെത്താൻ വേണ്ടിയിട്ട് റിലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾ ഇൻകം കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ആക്ച്വലി എന്ത്? ബിസിനസ്.
പീപ്പിൾ ആർ ഡൂയിങ് ബിസിനസ് ടു മേക്ക് പ്രോഫിറ്റ് അല്ലേ. ഈ പ്രോഫിറ്റാണ് അവരുടെ ഇൻകം, ഈ പ്രോഫിറ്റാണ് അവരുടെ ലാഭം. ഈ ലാഭം എന്തിനാണ് അവർ ഏൺ ചെയ്യുന്നത്? അവരുടെ ഡേ ടു ഡേ ബിസിനസ്സിൽ അവർക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ചിലവുകളുണ്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ. ഇപ്പോൾ ഐ ആം എ ബിസിനസ് മാൻ, ഐ ആം റണ്ണിങ് എ ബിസിനസ്. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഉദ്ദേശം എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് വേണം എൻ്റെ ലൈഫിൽ എനിക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ചിലവുകളുണ്ട്. ആ ചിലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഇൻകം. എന്തിനാണ് ഇൻകം? ടു മീറ്റ് ദ കോസ്റ്റ്. എന്തൊക്കെയാണ് കോസ്റ്റ്? ലെഫ്റ്റ് സൈഡ് പറഞ്ഞു. കഥ ഓക്കെയാണോ? അപ്പോൾ ഞാനിവിടെ ആകെ പറഞ്ഞു വെച്ച രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ നമ്മുടെ കോസ്റ്റുകളും, അതുപോലെ തന്നെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ നമുക്ക് മണി വേണം, ഫണ്ട് വേണം. ഫണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടത്തുള്ളൂ? ഇൻകത്തിന് കിട്ടത്തുള്ളൂ. ഇൻകം ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഇൻകം എന്നും നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. ശരിയല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഇൻകം എന്നും നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ഇൻകം എന്നും നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബിസിനസ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം. മനസ്സിലായോ? ബിസിനസ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം. ബിസിനസ് ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ്. ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു സോഴ്സാണ് ആക്ച്വലി എന്ത്? ബിസിനസ്. അപ്പോൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് എ ബിസിനസ്. എന്താണ് ഒരു ബിസിനസ് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ ബിസിനസ് പല രീതിയിൽ കാണാനുണ്ട്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്, വാട്ട് എ സൂപ്പർ മാർക്കറ്റ് ഈസ് ഡൂയിങ്? സാധനം വാങ്ങുന്നു, പ്രോഫിറ്റ് എടുത്തിട്ട് വിൽക്കുന്നു അല്ലേ. അപ്പോൾ പെട്രോൾ പമ്പ് പെട്രോൾ ഡീസൽ വാങ്ങുന്നു, വിൽക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ദേ ആർ ഓൾ ഡൂയിങ് ട്രേഡിങ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ട് വിൽക്കുക അല്ലേ, ബൈ ആൻഡ് സെൽ. ഇതാണ് ട്രേഡിങ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ട്രേഡിങ് ചെയ്യാം അല്ലേ. ടേക്ക് ദ കേസ് ഓഫ് അപ്പോളോ ടയേഴ്സ്, അല്ലെങ്കിൽ പിഡ്ലൈറ്റ്, ഫെവിക്കോളൊക്കെ അല്ലേ, അതിൻ്റെ മാനുഫാക്ചറാണ് പിഡ്ലൈറ്റ്. അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ്, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ദേ പർച്ചേസ് റോ മെറ്റീരിയൽ അല്ലേ. റോ മെറ്റീരിയൽ വാങ്ങും അവർ, എന്നിട്ട് അതിനെന്ത് ചെയ്യും? അവർ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്യുക പറഞ്ഞാൽ റോ മെറ്റീരിയലിൽ വാല്യൂ അഡീഷൻസ് കൊടുക്കും. എന്നിട്ട് അതിനെന്താക്കും? അവർ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കും. എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സെല് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ മാനുഫാക്ചറിങ്, ട്രേഡറും മാനുഫാക്ചററും സെൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ട്രേഡറും മാനുഫാക്ചററും തമ്മിൽ ഡിഫറൻസ്, ട്രേഡർ കിട്ടിയ ഗുഡ്സ് അതുപോലെ സെല് ചെയ്യാണ്. മാനുഫാക്ചററോ കിട്ടിയ ഗുഡ്സുമേ വാല്യൂ അഡീഷൻ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? സെല് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? പിന്നെ സർവീസ് പ്രൊവൈഡർ. ഇപ്പോൾ ഒരു ഫുട്ബോൾ ടർഫ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അവിടെ അവർ ഫുട്ബോൾ കളിക്കാനുള്ളൊരു പ്ലേ ടൈമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തിയേറ്റർ എൻ്റർടൈൻമെൻറ്റ് സർവീസാണ്. ബാങ്കിങ്, ഇൻഷുറൻസ്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സർവീസ്. ഹോസ്പിറ്റൽ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ സർവീസ് അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ, ബിസിനസ് ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ്. ഇൻകം എന്തിനാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും? ഒരു ബിസിനസ് ട്രേഡിംഗ് ചെയ്യാം, മാനുഫാക്ചറിങ് ചെയ്യാം, അതുപോലെ തന്നെ എന്തും ചെയ്യാം? സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എക്സാമ്പിളാണ് ഇഗ്നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ സർവീസ്. HDFC ബാങ്ക് പ്രൊവൈഡിങ് ബാങ്കിങ് സർവീസ് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ബിസിനസ്സാണ്. ഇവരൊക്കെ ബിസിനസ്സാണ്. ട്രേഡിംഗ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരും ബിസിനസ്സാണ്. അപ്പോൾ എന്താണ് ഒരു ബിസിനസ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞാൽ ട്രേഡിംഗ് ആവാം, മാനുഫാക്ചറിങ് ആവാം, അതുപോലെ തന്നെ എന്താവാം? പ്രൊവൈഡിങ് സർവീസ് ആവാം. ക്യാരീഡ് ഓൺ ബൈ എ പേഴ്സൺ. ഇത് ആരാണ് ക്യാരി ഓൺ ചെയ്യുന്നത്? പേഴ്സൺ ആണ് ക്യാരി ഓൺ ചെയ്യുന്നത്. പേഴ്സൺ എന്ന് പറഞ്ഞാലേ ബിസിനസ് നമുക്ക് പല രീതിയിൽ നടത്താൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുമാരേട്ടൻ്റെ പെട്ടിക്കട, അതുപോലെ തന്നെ അജുച്ചേട്ടൻ്റെ ടീ ഷോപ്പ്, ഇതൊക്കെ എന്താണ്? ഒരു വ്യക്തി സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സാണ്. അപ്പോൾ സിംഗിൾ പേഴ്സൺ ഡൂയിങ് ദ ബിസിനസ് ഈസ് കോൾഡ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. വാട്ട് വി കോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അഥവാ സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയും. ഓക്കെ, ഒരു വ്യക്തി സ്വന്തമായിട്ട് അയാൾ ബിസിനസ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയും. ഒന്നിലധികം ആളുകൾ വന്ന് കൂട്ടമായിട്ട് ബിസിനസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് പാർട്ട്ണർഷിപ്പ്. എന്താ പറയുക? പാർട്ട്ണർഷിപ്പ്. ഇനി ഒന്നിലധികം ആളുകൾ തന്നെ വന്ന് പാർട്ട്ണർഷിപ്പ് അല്ലാതെ കുറച്ചും കൂടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒക്കെ ഉള്ള നിയമത്തിൻ്റെ മുന്നിൽ ഒരു സെപ്പറേറ്റ് പേഴ്സണൊക്കെ ആയിട്ട് ഒന്നും കൂടെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് MNC ഒക്കെ ആയിട്ട് ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കമ്പനി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഫേമസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ SBI ബാങ്ക്, HDFC ബാങ്ക്, അതുപോലെ തന്നെ ഇൻഫോസിസ്, ഇവരൊക്കെ കമ്പനികളാണ് കേട്ടോ. ദെൻ പിന്നെ നമുക്ക് എങ്ങനെയും ബിസിനസ് ചെയ്യാം? നമുക്ക് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാം. LLP ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാം. അപ്പോൾ ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇക്കണോമിക് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ട്രേഡിംഗ് ആവാം, മാനുഫാക്ചറിങ് ആവാം, പ്രൊവൈഡിങ് സർവീസ് ആവാം. ഇതോ ക്യാരിഡ് ഓൺ ബൈ എ പേഴ്സൺ. ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആവാം? നമുക്ക് സിംഗിൾ പേഴ്സൺ ഡൂയിങ് ദ ബിസിനസ്, പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, കമ്പനി ആവാം, LLP ആവാം. ഇനി ബിസിനസിൻ്റെ സോൾ എയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മേക്കിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം, അതല്ലെങ്കിൽ ഒരു ഓർഫനേജ്,
ഇതൊന്നും ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല. അതുകൊണ്ട് അവയൊന്നും തന്നെ ആരല്ല, ബിസിനസ്സുകൾ അല്ല. ഇനി മറ്റൊരു കാര്യം, ബിസിനസ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. ഇത് കണ്ടിന്യൂസ് ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഓൺ ചെയ്യണം. കണ്ടിന്യൂസ് ബേസിസിൽ ക്യാരി ഓൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ബേസിസിൽ ക്യാരി ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ലാൻഡ് വാങ്ങി, അപ്പോൾ വില ഉണ്ടായിക്കഴിഞ്ഞാൽ വില കിട്ടുന്നൊരു കാലത്ത് വിൽക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെച്ചു. 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, അത് വിറ്റു. അപ്പോൾ ഇവിടെ നിങ്ങൾ ആക്ച്വലി ട്രേഡിംഗ് ആണ് ചെയ്തത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബൈ ആൻഡ് സെൽ അല്ലേ. അതുപോലെ തന്നെ നിങ്ങളെ എയിം എന്താ, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ബിസിനസ് ആണോ? അല്ല. കാരണം നിങ്ങൾ ഇന്നൊരു ലാൻഡ് വാങ്ങി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്തല്ല, കണ്ടിന്യൂസ് ബേസിസിലല്ല. അപ്പോൾ ഇന്ന് നിങ്ങളിത് ചെയ്യണം, ഇന്നലെയും നിങ്ങൾ അതാണ് ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങൾ നാളെയും ഇത് തന്നെ എന്ത് ചെയ്യണം. അപ്പോൾ മാത്രമേ എന്താവുകയുള്ളൂ, കണ്ടിന്യൂസ് ബേസിസ് ആവത്തുള്ളൂ. അപ്പോൾ എന്താണ് ബിസിനസ് നമ്മളൊരു സോഴ്സ് ഓഫ് ഇൻകം ആണെന്നില്ല ഞാൻ പറഞ്ഞത് അല്ലേ. ഇനി പിന്നെ എന്തിനെ പറ്റി പറഞ്ഞു, ബിസിനസ് ചെയ്യുമ്പോൾ ട്രേഡിംഗ് ആവാം, മാനുഫാക്ചറിങ് ആവാം, പ്രൊവൈഡിങ് സർവീസ് ആവാം. പിന്നെ ഞാൻ പറഞ്ഞു ബിസിനസ്സിൻ്റെ മീനിങ് പറഞ്ഞു. എന്താ ബിസിനസ്സിൻ്റെ മീനിങ് പറഞ്ഞത്? ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് ക്യാരിഡ് ഓൺ ബൈ എ പേഴ്സൺ. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ആവാം, പ്രൊവൈഡിങ് സർവീസ് ആവാം, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആവാം. ക്യാരിഡ് ഓൺ ബൈ എ പേഴ്സൺ, അതൊരു പേഴ്സണാണ് ക്യാരി ഓൺ ചെയ്യുന്നത്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു സിംഗിൾ വ്യക്തി എന്നുള്ള മീനിങ് മാത്രമല്ല. പേഴ്സൺ എന്ന് പറയുമ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, കമ്പനി ആവാം, LLP ആവാം. ഓക്കെ, അതിൻ്റെ എയിം എന്തായിരിക്കണം? വിത്ത് ആൻ എയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. എടാ അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സാധനം ഉണ്ടാവാൻ പാടുള്ളൂ, എന്ത്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, വിത്ത് ആൻ എയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ഇനി ഈ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കണേ? ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. കണ്ടിന്യൂസ് ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ആ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, കണ്ടിന്യൂസ് ബേസിസിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യണത്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞത് മീനിങ് ഓഫ് ബിസിനസ് ആണ്. എന്താ ബിസിനസ്? ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞാൽ ആക്ടിവിറ്റി ഫോർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ട്രേഡിംഗ്, മാനുഫാക്ചറിങ്, പ്രൊവൈഡിങ് സർവീസ് ഒക്കെ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ക്യാരിഡ് ഓൺ ബൈ എ പേഴ്സൺ, ഒരു വ്യക്തി അത് എന്തിനാണ് ക്യാരി ഓൺ ചെയ്യണത്? വിത്ത് ആൻ എയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്. ഓക്കെ, പിന്നെ ഇതെങ്ങനെ ചെയ്യണം? കണ്ടിന്യൂസ് ബേസിസിൽ ചെയ്യുകയും വേണം. ഇനി ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു എക്സാമ്പിളിലോട്ട് പോവുകയാണെങ്കിൽ, ടേക്ക് ദ കേസ് ഓഫ് എ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 കോടി 5 crore rupees നമുക്ക് വേണം. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് 3 ആൾക്കാരാണ്. 3 പേര് ഒരുമിച്ച് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അതിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ പാർട്ട്ണർഷിപ്പായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 പേരും എന്ത് ചെയ്തു, 1 crore വെച്ച് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഓണേഴ്സ് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ, ക്യാപിറ്റൽ. എന്താ പറയുക, ക്യാപിറ്റൽ. എമൗണ്ട്, ആ ടേം ഒന്ന് മനസ്സിൽ കയറ്റി വെച്ചോ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ്. ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന പൈസനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. വാട്ട് വി കോൾ ക്യാപിറ്റൽ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓണേഴ്സ് ഉണ്ട്, അബു, ബാബു, സിനു. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ 1 crore ഈച്ച്, 1 crore വീതം കൊണ്ടുവന്നു. അപ്പോൾ 3 crore അല്ലേ ആവുന്നുള്ളൂ. ബാക്കി 2 crore നമ്മൾ എന്ത് ചെയ്തു, SBIന്ന് ലോൺ എടുത്തു. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു വർഷം നമ്മൾ ബിസിനസ് നടത്തി. സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് ഈസ് ഡൂയിങ് ട്രേഡിംഗ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിയിട്ട് എന്ത് ചെയ്യും, വിൽക്കും. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയേണ്ടി വരും. ഇത് ആർക്കൊക്കെ അറിയേണ്ടി വരും? പ്രധാനമായിട്ടും ഈ ഓണേഴ്സിന് അറിയണം. കാരണം ദേ ആർ ദ പീപ്പിൾ ഹൂ ഇൻവെസ്റ്റഡ് മണി ഇൻ ടു ദ ബിസിനസ്. അവരാണ് ഈ ബിസിനസ്സിലോട്ട് പൈസ ഇറക്കിയത്. പിന്നെ ബിസിനസ്സിന് പൈസ കടം കൊടുത്ത ആളുണ്ട്. ആരാണത്? ബാങ്കിനും അറിയേണ്ടി വരും അല്ലേ. അതുപോലെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. There are so many people who are interested in the affairs of a business. ഏതൊരു ബിസിനസ് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി ക്യാരിഡ് ഓൺ ബൈ എ പേഴ്സൺ വിത്ത് ആൻ എയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് എങ്ങനെ പോകുന്നു എന്നറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇപ്പോൾ ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇതൊന്ന് ഹോസ് ചെയ്ത് പിടിച്ചോ. ഇപ്പോൾ നിങ്ങൾ എക്സാമിന് പഠിക്കുകയാണ്, 12th ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോഴേ നിങ്ങൾ എങ്ങനെ പഠിച്ചു അല്ലേ. ചേട്ടനൊന്ന് പാസ്സായിട്ട് പുതിയൊരു ബന്ധം കൂട്ടിക്കെട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്, പിന്നെ അതുപോലെ തന്നെ അയൽവാസി, നിങ്ങളുടെ ഫാദർ, മദർ, അതുപോലെ തന്നെ ബ്രദർ, സിസ്റ്റർ, ചേട്ടായി ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണം എനിക്കൊന്ന് അലമ്പ് കളിക്കാമെന്ന് വിചാരിക്കുന്ന അനിയൻ, അനിയത്തി, സിബ്ലിങ്സ്, ഇവരെല്ലാവരും ആരാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് യുവർ സ്റ്റഡിയാണ്.
എന്ത് നിങ്ങളെങ്ങനെ പഠിക്കുന്നു അല്ലേ, നിങ്ങൾ അക്കാഡമിക്കലി നിങ്ങളെങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ താല്പര്യമുള്ള വീട്ടിലെ പൂച്ചക്ക് വരെ താല്പര്യമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് എന്താ പറയുക പാസ്സായിട്ട് നിങ്ങൾ ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജോലിയിലൊക്കെ ആയിട്ട് എത്തിയിട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് പൂച്ചക്ക് ഒരു ബിസ്ക്കറ്റ് തിന്ന് മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ അഫയേഴ്സ് ഓഫ് യുവർ സ്റ്റഡി. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു പഠനം ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞാൽ അവർക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏതൊക്കെ അറിയോ? ദേ നീഡ് ടു നോ എക്സാം റിസൾട്ട് അല്ലേ. നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണം, നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയെന്ന് അറിയണം അല്ലേ. അത് കൂടാതെ അവർക്ക് എന്തും കൂടെ അറിയണം, നിങ്ങളുടെ മാർക്സിനെ പറ്റി പറയണം. ശരിയല്ലേ? എക്സാം റിസൾട്ടിനെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ എന്ത് പറയണം, അവർക്ക് നിങ്ങളുടെ മാർക്സിനെ കുറിച്ച് അറിയണം. എക്സാം റിസൾട്ടിനെ കുറിച്ച് പറയണം, അതുപോലെ തന്നെ മാർക്സിനെ കുറിച്ച് അറിയണം. അപ്പോൾ എക്സാം റിസൾട്ട് പറഞ്ഞാൽ എന്തൊക്കെയാവാം? പാസ് ഓർ ഫെയിൽ ആവാം. അപ്പോൾ എക്സാം റിസൾട്ട് പറഞ്ഞാൽ പാസ് ഓർ ഫെയിൽ. മാർക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി, ഇതും അവർക്ക് എന്ത് ചെയ്യണം, അറിയണം. മാർക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി, ഈ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ അഫയേഴ്സിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താ വിളിക്കുക? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുക. ദേ ആർ കോൾഡ് ആസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാവാം? ഓണേഴ്സ് ആവാം, അതുപോലെ കടം തന്ന ലെൻഡേഴ്സ് ആവാം, എംപ്ലോയീസ്. പൂട്ടാൻ പോകുന്ന കമ്പനിയിൽ നിങ്ങൾ ആരെങ്കിലും ജോലിക്ക് പോവോ? ഇല്ല. അപ്പോൾ കമ്പനി എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ ആർക്കും അവകാശമുണ്ട്, അല്ലെങ്കിൽ ആരും താല്പര്യപ്പെടുന്നുണ്ട്? എംപ്ലോയീസ്. സപ്ലയേഴ്സ് പറഞ്ഞാൽ നമുക്ക് കടത്തിന് സാധനം തന്ന ആൾക്കാരാണ് നമ്മൾ സപ്ലയേഴ്സ്. അപ്പോൾ കടത്തിന് സാധനം വിറ്റിട്ട് നിങ്ങൾക്കെങ്ങാനും ആ പൈസ തിരിച്ചടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ആർക്ക് വലിയ ലോസാണ്? സപ്ലയർക്ക് വലിയ ലോസാണ് അല്ലേ. അതുപോലെ നിങ്ങൾ കടത്തിന് സാധനം വിറ്റ ആൾക്കാരാണ് നിങ്ങളെ കസ്റ്റമേഴ്സ്, നിങ്ങളെ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് എന്താ നിങ്ങളെ ബിസിനസ്സിനെ കുറിച്ച് അറിയേണ്ടത്? നിങ്ങൾ പ്രോപ്പറായിട്ട് ടാക്സുകൾ അടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ആർക്കറിയണം? ഗവൺമെൻറ് അറിയണം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ അഫയേഴ്സ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അഫയേഴ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താ പറയുക? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. ഒരു ബിസിനസ് എന്താ നിങ്ങൾക്കറിയാം? ഒരു ബിസിനസ്സിന് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ അഫയേഴ്സ് ഓഫ് എ ബിസിനസ്. അവർക്കെല്ലാവർക്കും അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ബിസിനസ് റിസൾട്ട്. ഒരു വർഷം ബിസിനസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ വെദർ ദ ബിസിനസ് ഈസ് മേക്കിംഗ് പ്രോഫിറ്റ്, വെദർ ദ ബിസിനസ് ഈസ് മേക്കിംഗ് ലോസ്. എപ്പോഴാണ് പ്രോഫിറ്റ് വരിക? വരവാണ് ചിലവിനേക്കാൾ കൂടുതലെങ്കിൽ പ്രോഫിറ്റാണ്, ചിലവാണ് വരവിനേക്കാൾ കൂടുതലെങ്കിൽ നമുക്ക് എന്താണ്? ലോസാണ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. ഒന്ന് ബിസിനസ് റിസൾട്ട്, മറ്റേത് എന്താ അറിയോ? ഫൈനാൻഷ്യൽ പൊസിഷൻ. എന്താ അറിയേണ്ടത്? ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ലയബിലിറ്റി പൊസിഷൻ. അസറ്റ് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇപ്പം എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ ടാബ്ലറ്റ്, എൻ്റെ മൊബൈൽ ഫോൺ, എൻ്റെ ഹെഡ്സെറ്റ്, ഇതൊക്കെ എന്താണ്? എൻ്റെ റിസോഴ്സസ് ആണ്. റിസോഴ്സസ് മീൻസ് ഹാവിങ് വാല്യൂ ഉള്ള സാധനങ്ങളാണ് അല്ലേ. ഈ റിസോഴ്സസിനെ പറയുന്ന പേരാണ് എന്ത്? അസറ്റ്സ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, ഞാൻ വെഹിക്കിൾ ലോൺ എടുത്തിട്ടുണ്ട്, ഞാൻ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? എൻ്റെ ഒബ്ലിഗേഷൻസ് ആണ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലാബിലിറ്റീസ്. എന്താ പറയുക? ലാബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ അസറ്റിനെയും ലാബിലിറ്റിനെയും കാണിക്കുക, അല്ലെങ്കിൽ അസറ്റിനെയും ലാബിലിറ്റിനെയും മെഷർ ചെയ്യുക എന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഏതൊരു ബിസിനസ്സിലും ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഏതൊരു ബിസിനസ്സിനും ബിസിനസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ബിസിനസ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം. ഇൻകം എന്തിനാണെന്ന് പറഞ്ഞു? ടു മീറ്റ് എ ലോട്ട് ഓഫ് എക്സ്പെൻസസ്. ബിസിനസ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ അഫയേഴ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും 2 കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത്. ഒന്ന് ബിസിനസ് റിസൾട്ട്, രണ്ടാമത്തത് ഫൈനാൻഷ്യൽ പൊസിഷൻ. ബിസിനസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ലയബിലിറ്റി പൊസിഷൻ. അസറ്റ് പറഞ്ഞാൽ റിസോഴ്സ് ആണ്, ലയബിലിറ്റി പറഞ്ഞാൽ ഒബ്ലിഗേഷൻസ് ആണ്. അസറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഒബ്ലിഗേഷൻസ് കേട്ടോ. ഓക്കെ, ലയബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ബിസിനസ്സിൽ നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ എന്താ? ഡീലിങ്സ്. ഗുഡ്സ് വാങ്ങി, ഗുഡ്സ് വിറ്റു, സാലറി കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ സപ്ലയർക്ക് പൈസ കൊടുത്തു, കസ്റ്റമർ കയ്യിൽ നിന്ന് പൈസ കിട്ടി, ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു, കമ്മീഷൻ കൊടുത്തു, കമ്മീഷൻ കിട്ടി, റെൻറ്റ് കൊടുത്തു, റെൻറ്റ് കിട്ടി, സെയിൽസ് നടന്നു. ഇതൊക്കെ എന്താ? ദീസ് ആർ ഡീലിങ്സ് ഇൻ എ ബിസിനസ് അല്ലേ. ഡീലിങ്സ് ആണ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. ഈ ട്രാൻസാക്ഷൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡിങ് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡിങ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അങ്ങനെ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും സമ്മറൈസേഷനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകളാണ് ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും. ഔട്ട്പുട്ടാണ് എന്ത്? ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും. ഈ ഔട്ട്പുട്ട് നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റും. ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ബിസിനസ്സിൻ്റെ അഫയേഴ്സിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ്, പബ്ലിക്, എംപ്ലോയീസ് അല്ലേ, ലെൻഡേഴ്സ്. ഇവരൊക്കെയാണ് ബിസിനസ്സിൻ്റെ
ബിസിനസിൻ്റെ അഫയേഴ്സിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയും. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഏത്? ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും. ബിസിനസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ഓർ ലോസ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാലോ അസറ്റ് ലയബിലിറ്റി പൊസിഷൻ. ഇത് വെറുതെ കിട്ടുമോ? ഇല്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് എന്ത് കൊടുക്കണം? ട്രാൻസാക്ഷൻ കൊടുക്കണം. എന്താണ് ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ബിസിനസ്സിൽ നടക്കുന്ന ഡീലിങ്സിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസാക്ഷൻസ്. ഈ ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കിട്ടുക. അപ്പോൾ ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയെങ്കിലും അല്ല സിസ്റ്റമാറ്റിക് ആണ് ഒരു പ്രോപ്പർ ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് ആര്? അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് എ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റാണ്, ഡിസിപ്ലിനാണ്, ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. അതെന്താ ചെയ്യുന്നത്? കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യും. ട്രാൻസാക്ഷൻസിനെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്ന പ്ലേസിനെ പറയുന്ന പേരാണ് എന്താ അറിയോ? ജേണൽ ഈസ് ജസ്റ്റ് ലൈക്ക് എ ബുക്ക്, രജിസ്റ്റർ ഒക്കെ പറയില്ല, അതുപോലെ ട്രാൻസാക്ഷൻസിനെ അക്കൗണ്ട്സ് എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യുന്ന എവിടെയാണ്? ലെഡ്ജറിൽ. ജേണലിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ക്ലാസിഫൈ എവിടെ? ലെഡ്ജറിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യുന്ന എവിടെ? ട്രയൽ ബാലൻസിലാണ് എന്ത് ചെയ്യുക? സമ്മറൈസ് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് ബിസിനസ് റിസൾട്ട് ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാലോ അസറ്റ് ലയബിലിറ്റി പൊസിഷൻ. അപ്പോൾ ഈ ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ജേണൽ ഉണ്ടാക്കും, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ലെഡ്ജർ ഉണ്ടാക്കും, സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും കിട്ടും. ഈ ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താ അറിയോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്താലാണ് ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും കിട്ടുക. അത് നമ്മൾ ആർക്ക് കൊടുക്കും? ഇൻഫർമേഷന് അണ്ണാക്കിലും വായ പൊളിച്ചിരിക്കുന്ന ആർക്ക് കൊടുക്കും? നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കും. ആർക്കാണ് കൊടുക്കുക? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനെയും നമ്മൾ പറയുന്ന പേരാണ് എന്താ അറിയോ? ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ജേണൽ, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ലെഡ്ജർ, സമ്മറൈസ് ചെയ്യാനോ ട്രയൽ ബാലൻസ്, റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FS ഉണ്ടാക്കുക. അപ്പോൾ ഈ FS നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടുക. ഒന്ന് FS ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. FS എന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടുക. ഒന്ന് ബിസിനസ് റിസൾട്ടും കിട്ടും, മറ്റേതും കിട്ടും? ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടും. ഈ ബിസിനസ് റിസൾട്ടിനെ നമ്മൾ പറയുന്ന ബിസിനസ് റിസൾട്ടിനും ഫിനാൻഷ്യൽ പൊസിഷനെ നമ്മൾ എന്ത് പറയുന്നത് അറിയോ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയും. എന്താ പറയുക? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബിസിനസ് റിസൾട്ടിനെയും ഫിനാൻഷ്യൽ പൊസിഷനെയും നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. എന്താ പറയുക? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആരാ യൂസ് ചെയ്യുക? സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് യൂസ് ചെയ്യുക. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആരാ യൂസ് ചെയ്യുക? സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ എന്ത് പറയാറുണ്ട് അറിയോ? യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ് സ്റ്റോറി ഒന്നും കൂടെ കണക്ട് ചെയ്യാണ്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് കോസ്റ്റുകളുണ്ട്. ഈ കോസ്റ്റുകൾ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരുപാട് മണി വേണം, ഫണ്ട് വേണം. ഫണ്ട് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻകം വേണം. ബിസിനസ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്തിയാൽ പ്രോഫിറ്റ് ഈസ് വൺ ഓഫ് ദ സോഴ്സസ് ഓഫ് ഇൻകം. ഇൻകം കണ്ടെത്തുന്ന ഒരുപാട് സോഴ്സുകളിൽ ഒരു സോഴ്സാണ് എന്ത്? പ്രോഫിറ്റ്. അപ്പോൾ ഇൻകം കണ്ടെത്താൻ നമുക്ക് ഇൻകമാണ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് ചെയ്യണം. അപ്പോൾ അടുത്ത നമ്മൾ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു? ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. എന്താ ഇക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞാൽ? ട്രേഡിംഗ് ആവാം, മാനുഫാക്ചറിങ് ആവാം, പ്രൊവൈഡിങ് സർവീസ് ആവാം. ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി ക്യാരീഡ് ഓൺ ബൈ എ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരൊക്കെ ആവാം? പ്രൊപ്പറേറ്റർ ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, കമ്പനി ആവാം, LLP ആവാം, അല്ലേ? അപ്പോൾ ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി ക്യാരീഡ് ഓൺ ബൈ എ പേഴ്സൺ. ഈ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? വിത്ത് എ നെയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് മോട്ടീവ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇനി ഇതെങ്ങനെ ചെയ്യണം? ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. അപ്പോൾ ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, ക്യാരിഡ് ഓൺ ബൈ എ പേഴ്സൺ. ഒരു പേഴ്സണാണ് ഇത് ക്യാരി ഓൺ ചെയ്യുന്നത് വിത്ത് എ നെയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട്. എങ്ങനെ? ഓൺ എ കണ്ടിന്യൂസ് ബേസിസിലായിരിക്കണം ഇത് ക്യാരി ഓൺ ചെയ്യുന്നത്. ഒരു ബിസിനസ്സിൻ്റെ അഫയേഴ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. വട്ട് വി കോൾ ദം? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് നമ്മളവർ വിളിക്കുക. അവർക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത്. ഒന്ന് ബിസിനസ് റിസൾട്ടും, മറ്റൊരു ഏതാണ്? ഫിനാൻഷ്യൽ പൊസിഷനും. ബിസിനസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ലയബിലിറ്റി പൊസിഷൻ. അസറ്റ് പറഞ്ഞാൽ റിസോഴ്സസ്, ലയബിലിറ്റി പറഞ്ഞാൽ ഒബ്ലിഗേഷൻ. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും ബിസിനസ് റിസൾട്ടും കാണണമെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ, എന്താ ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഡീലിങ്സ്, അല്ലേ? ഡീലിങ്സിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. സാധനം വിറ്റു, സാധനം വാങ്ങി, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, ക്യാഷ് റിസീവ് ചെയ്തു. അപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ, ഡീലിങ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡിംഗ് എവിടെ ചെയ്യുക? ജേണലിൽ. പിന്നെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫിക്കേഷൻ അവിടെ ലെഡ്ജറിൽ. പിന്നെ സമ്മറൈസ് ചെയ്യണം. എവിടെ
സമ്മറൈസ് ചെയ്യേണ്ടത് ട്രയൽ ബാലൻസിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണം? സിസ്റ്റമാറ്റിക്കായി ചെയ്യണം. എന്നിട്ട് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കിട്ടും. റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ബിസിനസ് റിസൾട്ട് അഥവാ പ്രോഫിറ്റ് ഓർ ലോസ്. അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ലയബിലിറ്റി പൊസിഷൻ. ഓക്കെ, എന്നിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ ആർക്ക് കൊടുക്കും? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കും. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും? ദേ വിൽ ബി ടേക്കിംഗ് ഡിസിഷൻ. അപ്പോൾ ഒരു ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻസിനെയും സിസ്റ്റമാറ്റിക് ആയിട്ട് ജേർണലിൽ റെക്കോർഡ് ചെയ്ത് ലെഡ്ജറിൽ ക്ലാസിഫൈ ചെയ്ത് ട്രയൽ ബാലൻസിൽ സമ്മറൈസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടെത്തുന്ന സബ്ജക്റ്റാണ് ആക്ച്വലി എന്ത്? അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻപുട്ടാണ് ട്രാൻസാക്ഷൻ. ഈ അക്കൗണ്ടിങ്ങിൽ എന്ത് നടക്കും? പ്രോസസ്സിംഗ് നടക്കും. പ്രോസസ്സിംഗ് നടന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ജേർണലിൽ റെക്കോർഡ് ചെയ്യും, ലെഡ്ജർ ക്ലാസിഫൈ ചെയ്യും. ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഒക്കെ ഫ്യൂച്ചറിൽ കമ്മിങ് സെഷൻസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ തൽക്കാലം ജേർണൽ റെക്കോർഡ് ചെയ്യാനാണ്, ലെഡ്ജർ ക്ലാസിഫൈ ചെയ്യാനാണ്, ട്രയൽ ബാലൻസ് സമ്മറൈസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യാം. വി ക്യാൻ ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്സ് ആൾസോ. റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് ബിസിനസ് റിസൾട്ട്. ബിസിനസ് റിസൾട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ലയബിലിറ്റി പൊസിഷൻ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിന് ഇൻപുട്ട് എന്താ? ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് എന്തൊക്കെ ചെയ്യുക? റെക്കോർഡിംഗ് ചെയ്യും ജേർണലിൽ, ക്ലാസിഫൈ ചെയ്യും ലെഡ്ജറിൽ, സമ്മറൈസ് ചെയ്യും ട്രയൽ ബാലൻസിൽ, എന്നിട്ട് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടും. അതെന്താ ചെയ്യുക? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതെന്തിനാണ് യൂസ് ചെയ്യുക? ഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? ദേ ആർ ദ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. കേട്ടോ, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയും. അപ്പോൾ അക്കൗണ്ടിങ് ഒരു സബ്ജക്റ്റാണ്. അത് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടിട്ട് യൂസേഴ്സിന് കൊടുക്കും. എന്തിന്? യൂസേഴ്സ് മീൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കും. എന്തിന് വേണ്ടിയിട്ട്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മനസ്സിലാകും ഒരു ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് യൂസേഴ്സിനെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ആക്ച്വലി എന്ത്? അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഇനി അടുത്തായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചത് എന്താ? മീനിങ്ങും ഡെഫിനിഷനും തമ്മിൽ വ്യത്യാസം എന്താ? മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തി എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു എന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മീനിങ്. ഓക്കെ, മീനിങ് എന്ന് പറയാം. അപ്പോൾ മീനിങ്ങും ഡെഫിനിഷൻ തമ്മിൽ വ്യത്യാസം എന്താ? അപ്പോൾ മിസ്റ്റർ ബാബു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ബാബു അക്കൗണ്ടിങ്ങിനെ പറ്റി പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ പറയുകയാണെങ്കിൽ ബാബു പറഞ്ഞത് ഒന്നല്ലേ? അപ്പോൾ ബാബു പറഞ്ഞത് ഇതാണെന്ന് വേറെ 10 പേര് പറയുകയാണെങ്കിൽ അത് 10 ഒന്നായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഡെഫിനിഷൻ. എന്നാൽ 10 പേര് അവർ അക്കൗണ്ടിങ്ങിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരും അവരുടെ ആംഗിളിൽ നിന്നും അക്കൗണ്ടിങ്ങിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? അത് ഡെഫിനിഷനാണോ മീനിങ് ആണോ? അത് ഡെഫിനിഷൻ ആയിരിക്കും. ഏതാവില്ല? മീനിങ് ആയിരിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോണത് എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. ഇത് ആര് പ്രൊവൈഡ് ചെയ്ത അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്? AICPA ഫുൾ ഫോം പറഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയാം കേട്ടോ. AICPA അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. AICPA പറയുന്ന പേര് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ US-ത്തെ അക്കൗണ്ടിംഗ് ബോർഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? AICPA. അതുപോലെ തന്നെ ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് ബോർഡിനെ വിളിക്കുന്ന പേരാണ് എന്തറിയോ? ICAI. എന്താണ്? ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർ അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. കേട്ടോ, ICAI എന്നാണ്. ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് ബോർഡിനെ വിളിക്കുന്ന പേര് ICAI എന്നാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർ അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ ചാർട്ടർ അക്കൗണ്ടൻസും, ഇപ്പോൾ ഞാൻ ICAI ഒരു മെമ്പറാണ്. ഐ എം എ ചാർട്ടർ അക്കൗണ്ടൻറ്റ്. ഞാൻ ICAI മെമ്പറാണ്. ദിസ് ഈസ് മൈ മെമ്പർഷിപ്പ് നമ്പർ 250856. ഈ മെമ്പർഷിപ്പ് നമ്പറിൽ ഇന്ത്യയിൽ ഒരൊറ്റ ചാർട്ടർ അക്കൗണ്ടൻ്റ് ഉള്ളൂ, അത് ഞാനാണ്. അപ്പോൾ അതേപോലെ ഇന്ത്യയിലെ ഇന്ത്യൻ CA ബോഡിയാണ്. ഇന്ത്യൻ CAയിലെ ബോഡിയിലെ എല്ലാവരും ഇന്ത്യൻ CAക്കാരെല്ലാവരും ഇന്ത്യൻ CA ബോഡിയിലെ മെമ്പേഴ്സാണ്. അവർക്ക് എല്ലാവർക്കും ഒരു യുനീക്ക് മെമ്പർഷിപ്പ് നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അക്കൗണ്ടിങ് ബോഡി ICAI ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ICAIനെ പറ്റിയല്ല ഇപ്പോൾ പറയുന്നത്, നമ്മൾ പറയുന്നത് AICPA പറ്റിയാണ്. AICPA ഫുൾ ഫോം പറഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയാം. വാട്ട് വി കോൾ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അവർ അക്കൗണ്ടിങ്ങിന് കൊടുത്തൊരു ഡെഫിനിഷൻ വേൾഡ് പോപ്പുലറാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ AICPA ഫുൾ ഫോം എന്താ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അവർ അക്കൗണ്ടിങ്ങിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഇസ് ദ അക്കൗണ്ടിങ് ഇസ് ആർട്ട്. എന്താണ് ഈ ആർട്ട് പറഞ്ഞാൽ? സംതിങ് ദാറ്റ് റിക്വയർ സ്കിൽ ആൻഡ് നോളജ്. സേ ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ കേസ് ഓഫ് കഥകളി. അപ്പോൾ നിങ്ങൾ കഥകളി അറിയാത്ത ഒരാളാണ്. നിങ്ങൾ കഥകളി കളിച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും കളിയാവുള്ളൂ. ദാറ്റ് വിൽ നോട്ട് ബി കഥകളി. ശരിയല്ലേ? അത് കഥകളി ആവില്ല. അപ്പോൾ കാരണം എന്താ? കഥകളി ഈസ് എ നാട്ട് ദാറ്റ് റിക്വയർ സ്കിൽ ആൻഡ് നോളജ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്കിൽ ആൻഡ് നോളജ് വേണം. ഈ ആർട്ടിൽ നമ്മൾ എന്താ ചെയ്യുക? റെക്കോർഡിങ് ചെയ്യും. റെക്കോർഡിങ് എവിടെ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ആർട്ടിൽ റെക്കോർഡിങ് ചെയ്യും. റെക്കോർഡിങ് ജേർണലാണ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫിക്കേഷൻ ചെയ്യും. റെക്കോർഡിങ് കൂടാതെ വി ഡു ക്ലാസിഫിക്കേഷൻ ആൾസോ.
ക്ലാസിഫിക്കേഷൻ നമ്മൾ എവിടെ ചെയ്യുക? ലെഡ്ജറിലാണ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ എവിടെ ചെയ്യുക? ലെഡ്ജറിലാണ് ചെയ്യുക, ലെഡ്ജറിൽ. അതുപോലെ സമ്മറൈസ് ചെയ്യണം എവിടെ? ട്രയൽ ബാലൻസിൽ. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഓർഡറിലാണ് നമ്മളിതെല്ലാം ചെയ്യുക. എവിടെ ചെയ്യുക? ഒരു പ്രോപ്പർ ഓർഡറിലാണ് നമ്മളിതെല്ലാം ചെയ്യുക. അപ്പോൾ അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്. ആർട്ട് പറഞ്ഞാൽ സംതിങ് ദാറ്റ് റിക്വയർ സ്കിൽ ആൻഡ് നോളജ്. ഈ ആർട്ട് എന്താ ചെയ്യുക? റെക്കോർഡിങ് ചെയ്യും. റെക്കോർഡിങ് എവിടെ? ജേണലിൽ. ക്ലാസിഫൈ ചെയ്യുന്ന എവിടെ? ലെഡ്ജറിൽ. സമ്മറൈസ് ചെയ്യുന്ന എവിടെ? ട്രയൽ ബാലൻസിൽ. എങ്ങനെ? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഓർഡറിൽ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ട്രക്ക് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ട്രക്ക് ഗുഡ്സ് വാങ്ങി എന്നല്ല നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഇഫ് യു ബൈ ദാറ്റ് 1 ട്രക്ക് ഓഫ് ഗുഡ്സ് ഫോർ 5 lakhന് ഗുഡ്സ് വാങ്ങി എന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഒരാൾക്ക് നമ്മൾ 2 മാസത്തെ സാലറി 60,000 കൊടുത്താൽ 2 മാസത്തെ സാലറി കൊടുത്തു എന്നല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുക, 60,000 കൊടുത്തു എന്നാണ് റെക്കോർഡ് ചെയ്യുക. ഒരാൾക്ക് നമ്മൾ 5,000 രൂപയുടെ 10 യൂണിറ്റ് ഗുഡ്സ് വിറ്റാൽ 10 യൂണിറ്റ് വിറ്റു എന്ന് മാത്രമല്ല, മെയിനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അയാൾക്ക് 5,000ൻ്റെ ഗുഡ്സ് സെല്ല് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യപ്പെടുന്നതും ഒക്കെ ഏത് ടേംസിലാണ്? മണി ടേംസിലാണ്. ഏത് ടേംസിലാണ്? മണി ടേംസിലാണ്. ഇനി അക്കൗണ്ടിങ്ങിൽ ആരെയാണ് റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ആരെയാണ് ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക? ട്രാൻസാക്ഷൻസിനെയും ഇവൻസിനെയും. ആരാണ്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആണ് ഡീലിങ്സ് ഇൻ ബിസിനസ്. ഇവൻറ്റ്സ് ട്രാൻസാക്ഷനും സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. അത് കമ്മിങ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വാട്ട് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്, സംതിങ് ദാറ്റ് റിക്വയർ സ്കിൽ ആൻഡ് നോളജ്. ആ ആർട്ടിൽ എന്ത് ചെയ്യും? റെക്കോർഡിങ് ചെയ്യും ജേണലിൽ, ക്ലാസിഫൈ ചെയ്യും ലെഡ്ജറിൽ, സമ്മറൈസ് ചെയ്യും ട്രയൽ ബാലൻസിൽ. എങ്ങനെ? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആണ് ഒരു പ്രോപ്പർ ഓർഡറിൽ. ഏതുപോലെ? ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ഫോമിലാണ് ഇതെല്ലാം ചെയ്യുക. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? റെക്കോർഡിങ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും. ഇനി സിഗ്നിഫിക്കൻറ്റ് മാനറിലാണ് ഇതെല്ലാം ചെയ്യുക, മണി ഫോമിലാണ് ഇതെല്ലാം ചെയ്യുക. ഇനി എന്തിനൊക്കെയാണ് അക്കൗണ്ടിങ് റെക്കോർഡിങ്ങും ക്ലാസിഫൈയും സമ്മറൈസിങ് ചെയ്യുക? ട്രാൻസാക്ഷൻസിനെയും ഇവൻറ്റ്സിനെയും. എങ്ങനത്തെ ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഓക്കെ, ട്രാൻസാക്ഷൻസിനെയും ഇവൻറ്റ്സിനാണ് വിച്ച് ആർ ഇൻ പാർട്ട് ഓർ അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസിനെ മാത്രമേ നമ്മുടെ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്പനിയെ കുറിച്ച് പബ്ലിക്കിൻ്റെ ഇടയിൽ ഭയങ്കര ബാഡ് ഇമേജാണ്. അപ്പോൾ ഇതൊരു മോണിറ്ററി ആയിട്ടുള്ള മണി ഫോമിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ കമ്പനിക്ക് ബാഡ് ഇമേജ് ആയതുകൊണ്ട് ഇത്ര നഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അതേപോലെ നമുക്കൊരു ടോക്സിക് ആയിട്ടൊരു മാനേജർ ഉണ്ട്, അയാൾ കാരണം എംപ്ലോയീസ് ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് വലിയ നഷ്ടമുണ്ട്. പക്ഷേ ടോക്സിക് ആയ മാനേജർ കാരണമുള്ള ഫിനാൻഷ്യൽ ലോസ് നമുക്ക് മെഷറബിൾ അല്ല, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷൻ്റെ യഥാർത്ഥത്തിൽ അസറ്റാണ്. പക്ഷേ ഒരു ബാലൻസ് ഷീറ്റിലും അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സിലും നിങ്ങൾക്ക് എംപ്ലോയീസ് എന്ന് പറഞ്ഞ അസറ്റ് കാണാൻ പറ്റില്ല. കാരണം അതെന്തല്ല? മെഷറബിൾ അല്ല. സ്കിൽ ആൻഡ് ടാലൻറ്റ് ഓഫ് എംപ്ലോയീസ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അസറ്റാണ്. പക്ഷേ അതെന്തല്ല? മെഷറബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും അതെങ്ങനത്തെ? വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അവർക്ക് എന്തുണ്ട്? ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ട്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. ഇത്രയൊന്നും റെക്കോർഡിംഗ് ക്ലാസിഫിക്കേഷൻ സമ്മറൈസേഷൻ മാത്രം ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വേണം. റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് ബിസിനസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ്. അതുപോലെ നമുക്ക് എന്ത് കിട്ടും? ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടും. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അസറ്റ് ലയബിലിറ്റി പൊസിഷൻ. അപ്പോൾ AICPA പ്രൊവൈഡ് ചെയ്ത അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനാണ് പറഞ്ഞത്. കുറേ പേര് കൊമേഴ്സൊക്കെ പണ്ട് പഠിച്ചപ്പോൾ ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഒന്നുമില്ല. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ആണ് സംതിങ് ദാറ്റ് റിക്വയർ സ്കിൽ ആൻഡ് നോളജ്. ആർട്ട് എന്താ ചെയ്യുന്നത്? ഓഫ് റെക്കോർഡിങ് എവിടെ? ജേണലിൽ. ക്ലാസിഫൈങ് എവിടെ? ലെഡ്ജറിൽ. സമ്മറൈസിങ് എവിടെ? ട്രയൽ ബാലൻസിൽ. എങ്ങനെ? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, ഒരു പ്രോപ്പർ ഓർഡറിൽ. എന്തിനെ? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ഫോമിലാണ്. പിന്നെ എന്തിനൊക്കെയാണ് അക്കൗണ്ടിങ്ങിലെ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷൻ സമ്മറൈസേഷനൊക്കെ ചെയ്യുക? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും അത് ഇൻ പാർട്ടാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറാണ്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഒന്നും കൂടെ പറയാം. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ്, AICPA കൊടുത്ത ഡെഫിനിഷനാണ്. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. റെക്കോർഡിംഗ് ജേണലിൽ, ക്ലാസിഫൈയിങ് ലെഡ്ജറിൽ, സമ്മറൈസിങ് ട്രയൽ ബാലൻസിന്. എങ്ങനെ? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കോസ്റ്റിനെ പറ്റി പറഞ്ഞു, സോഴ്സ് ഓഫ് ഫണ്ടിനെ പറ്റി പറഞ്ഞു, ഇൻകത്തിനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ ആരെ പറ്റി പറഞ്ഞു? പിന്നെ ബിസിനസ്സിനെ പറ്റി പറഞ്ഞു. ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി ക്യാരിഡ് ബൈ എ പേഴ്സൺ വിത്ത് എ എയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും. ഇത് കണ്ടെത്തണമെങ്കിൽ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യാറുണ്ട് ജേണലിൽ റെക്കോർഡ് ചെയ്യും, ലെഡ്ജർ ക്ലാസിഫൈ ചെയ്യും, ട്രയൽ ബാലൻസിൽ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉണ്ടാവുക എന്താണ്? ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. ഇത് യൂസ്
ചൂസ് ചെയ്യുക ആരാണ്? ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വിളിക്കാറുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ളത് AICPA തന്നെയാണ്. AICPA എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അക്കൗണ്ടിംഗ് ബോഡിയാണ്. AICPA ഫുൾ ഫോം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ്. അവർ അക്കൗണ്ടിങ്ങിന് കൊടുത്ത ഡെഫിനേഷൻ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും. റെക്കോർഡിംഗ് ജേണലിൽ, ക്ലാസിഫിക്കേഷൻ ലെഡ്ജറിൽ, സമ്മറൈസേഷൻ ട്രയൽ ബാലൻസിൽ. എങ്ങനെ? ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ഫോമിൽ ട്രാൻസാക്ഷൻസും ഇവൻസും വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതാണ് ഇവരൊക്കെ. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോണത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.